ബ്രൂവറി വിഷയത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ സ്വന്തം പാർട്ടി മന്ത്രിയെ മാറ്റണമെന്ന് ജനതാദൾ എസിൽ ആവശ്യം. തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗം വിഷയം ചർച്ച ചെയ്യും. ബ്രൂവറി തീരുമാനം പാർട്ടിയെ അറിയിച്ചില്ല എന്നാണ് വിമർശനം. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇതിനു മുൻപായിട്ട് ടിൻഡു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിവരമാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ക്യാബിനറ്റ് നോട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവിധ വകുപ്പുകളുമൊക്കെ ആയിട്ട് ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന്. അതും കഴിഞ്ഞ ദിവസം ജലവകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അനുസരിക്കുമെന്നാണ്, അല്ലാതെ ജനങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ കാണില്ല എന്ന് പറയുന്നത് ഒരു മന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പാലക്കാട് എലപ്പുള്ളി പോലുള്ള പ്രദേശത്താണ് ഈ ബ്രൂവറി നിർമ്മാണം നടക്കുന്നത് പോലും. അത് മന്ത്രിക്ക് പോലും അറിയാത്തൊരു കാര്യം. അപ്പോൾ പിന്നെ എങ്ങനെ സ്വന്തം പാർട്ടി പോലും മന്ത്രിയെ തള്ളാതിരിക്കും? ജനതാദൾ എസുമായി ബന്ധപ്പെട്ട ജനതാദൾ എസിൽ വരുന്ന വിഭാഗീയതയുമായി ബന്ധപ്പെട്ടും ഈ ആരോപണങ്ങൾക്കൊക്കെ ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നൊരു സാഹചര്യമാണ് പാർട്ടിയിലുള്ളത്. പ്രത്യേകിച്ച് ഈ ബ്രൂവറി വിഷയം ഉണ്ടായ സമയത്ത് ഇത്തരമൊരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ അറിഞ്ഞിട്ട് കൂടി, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ട് കൂടി അത് പാർട്ടി അറിയിക്കാനോ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ചർച്ച ചെയ്യാനോ തയ്യാറായില്ല എന്നുള്ളതാണ് മന്ത്രിക്കെതിരെ, കൃഷ്ണൻകുട്ടിക്കെതിരെ ഇപ്പോൾ ഒരു വിഭാഗം ജില്ലാ പ്രസിഡന്റുമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചവർ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മാത്യു ടി തോമസിന് കത്ത് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടി ചർച്ച നടത്തണം, മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകണം, മന്ത്രിയെ പിൻവലിക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങൾ പോലും ഈ നേതാക്കൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഇത്ര വലിയ കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരത്തെ ഈ കൊക്കക്കോള കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള സമരങ്ങളിലും ഒക്കെ പങ്കെടുത്തുള്ള ചരിത്രമുള്ള പാർട്ടിക്ക്, പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഇത്തരത്തിലൊരു വിഷയത്തെ അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു നിലപാട് പാർട്ടി സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഈ വിഷയം, ബ്രൂവറി വിഷയം മന്ത്രിസഭയിൽ എത്തിയ സമയത്ത് എന്തുകൊണ്ട് ഈ വിഷയം പാർട്ടിയെ അറിയിച്ച് പാർട്ടിയിൽ ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഇതിന് ജനതാദളുമായി ബന്ധപ്പെട്ട കേരളത്തിൽ വരുന്ന വിഭാഗീയതയും ഒരു തരത്തിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജനതാദൾ എസ്, കേരളത്തിലെ ജനതാദൾ എസ് പ്രത്യേക പാർട്ടിയായി നിൽക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സംഘടനാപരമായ മാറ്റങ്ങൾക്ക് ഒന്നും ഒരു തീരുമാനമെടുത്തിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, കൂടിയാലോചനകൾ ഒന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ നിലവിൽ വിളിക്കപ്പെടുന്നത്, കേരളത്തിലെ ജനതാദൾ എസിനെ വിളിക്കപ്പെടുന്നത് മാത്യു ടി തോമസ് വിഭാഗം എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായൊരു സംഘടനാ രൂപത്തിലേക്കോ സംസ്ഥാന സമിതി രൂപീകരണത്തിലേക്കോ ഒന്നും പാർട്ടി പോകാത്തതിലൊക്കെ ഈ നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പുതിയ പാർട്ടിയായി നിലനിൽക്കും, ഇടതുപക്ഷത്ത് തന്നെ അടിയുറച്ച് നിലനിൽക്കുമെന്നും പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് സംഘടനാ രൂപത്തിലേക്ക് കാര്യത്തിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചകളും പാർട്ടിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സംസ്ഥാന തലത്തിലൊരു ഭാരവാഹി യോഗം നടക്കാനിരിക്കെ ഇത്തരത്തിലൊരു കത്തുമായി ഒരു വിഭാഗം ജില്ലാ പ്രസിഡന്റുമാർ രംഗത്ത് വരുന്നത്. മന്ത്രിയെ മാറ്റുക എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതും ജനങ്ങളെ എത്രയധികം ബാധിക്കുന്ന ഈ സമാന വിഷയങ്ങളിൽ നേരത്തെ സമര മുഖത്ത് നിന്നിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഈ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് ജനതാദളിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു നിലപാട് മന്ത്രിസഭയിൽ കൃഷ്ണൻകുട്ടി സ്വീകരിക്കാത്തതിനെ അവർ വലിയ രീതിയിൽ വിമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ഈ വിഷയം സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു പക്ഷേ ഈ വിഭാഗീയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കേരളത്തിലെ ജനതാദളിനെ അകറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അലട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജില്ലാ പ്രസിഡന്റുമാർ, ഒരു ഭാഗം ജില്ലാ പ്രസിഡന്റുമാർ നൽകിയിരിക്കുന്ന ഈ കത്ത് ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മാത്യു ടി തോമസ് കൃഷ്ണൻകുട്ടിയെ വിഷയത്തിൽ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നേതാക്കന്മാരിൽ നമുക്ക് മനസ്സിലാകുന്നത്. മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും യോഗത്തിൽ ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കും, എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയും, കാര്യകാരണങ്ങൾ നിരത്തും എന്നുള്ളതെല്ലാം നിർണായകമാണ്. എന്തായാലും മന്ത്രിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് വകുപ്പുകളെ പോലും അറിയിക്കാതെ, മറ്റൊരു വകുപ്പുകളെ പോലും അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത്. അത് പിന്നീട് മന്ത്രിസഭയിൽ അറിയുന്നുവെങ്കിലും എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്ന സാഹചര്യത്തിൽ മന്ത്രിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന സംസ്ഥാന മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരു സേ ഇല്ലാത്ത രീതിയിലാണോ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ സജീവമായി ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിഷയവും മന്ത്രിക്ക് തീരെ ഈ വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറയാനോ നിലപാട് പറയാനോ പാർട്ടിയുടെ അസ്തിത്വം നിലനിർത്താനോ കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനവും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉയരും. ശരി, എന്തായാലും വിഭാഗീയതയിൽ ആടിയൊലിയുകയാണ് ജനതാദൾ എസ് കേരളത്തിന്. അതിനിടയിൽ തന്നെ ബ്രൂവറി വിഷയത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ സ്വന്തം പാർട്ടി തന്നെ രംഗത്തെത്തുന്നൊരു സാഹചര്യം. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.